സാനുവുമായിട്ട് ദീർഘകാലത്തെ ബന്ധം എനിക്കുണ്ട്. ഞാൻ 25 കൊല്ലക്കാലത്തോളം എറണാകുളത്തുണ്ടായിരുന്നു. അതിനും എത്രയോ മുമ്പ് സാനുവെ അറിയാം, ഒന്നിച്ച് പ്രസംഗവേദികളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോകാറുണ്ട്, എറണാകുളത്ത് പോയാലൊക്കെ വീട്ടിൽ പോകാം. അദ്ദേഹത്തിൻ്റെ സന്ധ്യ എന്ന വീട്. സാധാരണ ഒരു വ്യക്തി മരിച്ചാൽ അപരിഹാര്യമായ നഷ്ടമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. സാനുവിൻ്റെ നിര്യാണം സത്യത്തിൽ അപരിഹാര്യമായ ഒരു നഷ്ടം നമുക്കുണ്ടാക്കിയിട്ടുള്ളത്. ഭാഷയുടെ ഒരു ശക്തി ഗോപുരമാണ് ഇടിഞ്ഞു വീണത്. ഇനി അതുപോലുള്ളൊരു ഗോപുരം നമുക്കുണ്ടാവുകയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, ഇതൊക്കെ സശ്രദ്ധം ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് പോലെയാണ് ഞാൻ കേട്ടിരുന്നത്. അടുത്ത കാലത്തായി പ്രഭാതരശ്മി മാസികയിൽ സാനുവിൻ്റെ ഗ്രീക്ക് നാടകവേദിയെക്കുറിച്ചുള്ള ഒരു ലേഖന പരമ്പര വന്നിരുന്നു. ഓരോ ലേഖനവും എത്ര തവണ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു വായിച്ചു എന്ന് പറയുവാൻ കഴിയില്ല. ഓരോ വായനയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു മുതൽ സമ്പത്ത്, അതും എത്രയാണെന്ന് പറയാൻ കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭാഷാപരമായ ഒരു സംശയം വന്നാൽ ചോദിക്കുവാൻ, സംശയം നിവൃത്തി വരുത്തുവാൻ ഇനി വേറെ ആളില്ല. ഞാൻ ഭാഷയുടെ ശുദ്ധിയെക്കുറിച്ച് വളരെയധികം നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. ഇനിയുള്ളത് പ്രൊഫസർ തോമസ് മാത്യു ആണ്. പക്ഷേ തോമസ് മാത്യു അനാരോഗ്യമാണ്, അധികമൊന്നും സംസാരിക്കാൻ കഴിയുകയില്ല. മലയാളത്തിൽ ഇന്ന് എഴുത്തുകാർ പോലും ഭാഷാശുദ്ധിക്കൊന്നും യാതൊരു പ്രാധാന്യവും കൊടുത്തു കാണാറില്ല. പിന്നെ അടുത്ത കാലത്താണ് ഒരു കവി അക്ഷരങ്ങളെക്കുറിച്ച് നമ്മൾ വളരെയൊന്നും വിചാരിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. അക്ഷരങ്ങൾ എന്തുമാവട്ടെ, ആശയത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ അത്തരം അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ സാനുവിൻ്റെയും തോമസ് മാത്യുവിൻ്റെയും ഒക്കെ സ്ഥിതി ഞാൻ ആലോചിച്ചു പോകാറുണ്ട്. ഇനി ഈ വലിയ നഷ്ടം നികത്തുവാൻ അടുത്ത കാലത്തൊന്നും കഴിയുമെന്നും തോന്നുന്നില്ല. എന്തെങ്കിലും തന്നെ ആവട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം അപരിഹാര്യമായ ഒരു നഷ്ടം തന്നെയാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. വെറും 2 വയസ്സിൻ്റെ വ്യത്യാസം. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ ഞാൻ ഏറെ ദുഃഖിക്കുന്നു.